ഈ ഒരു മുന്നേറ്റത്തിൽ പ്രയാസമുള്ള ആളുകൾ എന്തു ചെയ്യണമെന്നറിയാതെ കുപ്രചാരണങ്ങളും അക്രമങ്ങളും പള്ളിപിടിക്കലുകളും പൂട്ടിക്കലുകളും എല്ലാമായി മുന്നേറുന്നുവെങ്കിലും അവിടെയും നമുക്കുള്ള അത്താണി റഹ്മാനായ റബ്ബ് മാത്രമാണ്. എല്ലാത്തിനെയും മറികടക്കാൻ, എല്ലാ കുതന്ത്രങ്ങളെയും മറിച്ചിടാൻ റഹ്മാനായ റബ്ബിന്റെ സഹായം മാത്രം മതിയെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന നമ്മൾ എന്തൊക്കെയാണെങ്കിലും ആ റബ്ബിൽ തവക്കുലാക്കി നമ്മൾ മുന്നേറുക. എന്തെല്ലാം കുപ്രചാരണങ്ങൾ! കരുനാഗപ്പള്ളിയിൽ ഏതൊരു പെണ്ണിനെ ഏതൊരു ഖുറാഫി മുസ്ലിയാർ തച്ചു കൊന്നപ്പോ അതുപോലും നമ്മളെ മേത്തിക്കിട്ട് മുജാഹിദീങ്ങളാണ് എന്നും പറഞ്ഞ് ഇപ്പൊ പണിയില്ലാത്ത ചില പ്രാസംഗികന്മാർ രംഗത്തിറങ്ങിയിട്ടുണ്ട്. അങ്ങനെ പോട്ടെ, ഓലെ പണി അവരെടുത്തോട്ടെ, നമുക്കേതായാലും അവരെ പിന്നാലെ കൂടി കാലം തീർക്കാൻ ഏതായിരുന്നാലും ഉദ്ദേശമില്ല. റഹ്മാനായ റബ്ബിന്റെ ദീനിൽ ഒരക്ഷരം പോലും നമ്മുടെ വക കൂട്ടാതെ കുറക്കാതെ എന്താണോ പ്രമാണങ്ങളിൽ ഉള്ളത് അത് അതേപടി സമുദായത്തെ പഠിപ്പിക്കുക എന്ന ദൗത്യമേറ്റെടുത്തുകൊണ്ട് ഇറങ്ങിത്തിരിച്ചാണ് നമ്മൾ ആ ലക്ഷ്യത്തിൽ ആ ഒരു ഇഖ്ലാസോടുകൂടി നമ്മൾ മുന്നേറിയാൽ ഇൻഷാ അല്ലാഹ് റഹ്മാനായ റബ്ബിന്റെ സഹായം ഉണ്ടാകും. അതിൽ നിന്ന് നമ്മൾ എപ്പോൾ പിന്മാറുന്നുവോ അവിടെ റഹ്മാനായ റബ്ബ് നമ്മയും എടുത്തൊഴിവാക്കി പകരം മറ്റൊരു സംവിധാനം കൊണ്ടുവരുമെന്ന കാര്യം തീർച്ചയാണ്. അല്ലാഹു തആല ഈ സമുദായത്തെ ഇല്ലാതാക്കി പകരം മറ്റൊരു ടീമിനെ ഏൽപ്പിക്കുമെന്ന റഹ്മാനായ റബ്ബിന്റെ ആ ഒരു വാഗ്ദാനം പല തവണയായി കണ്ട് ബോധ്യപ്പെട്ടവരാണ് നമ്മളൊക്കെ. തൗഹീദിന് വേണ്ടി രൂപം കൊണ്ട ഒരു മഹാപ്രസ്ഥാനത്തെ പോലും തങ്ങളുടെ തെറ്റായ താല്പര്യങ്ങൾക്ക് വേണ്ടി ഏതാനും ചില വ്യക്തികൾ അത് ദുരുപയോഗം ചെയ്തപ്പോൾ ആ ഒരു കൂട്ടായ്മ തന്നെ ഇല്ലാതാകുമെന്ന് പ്രതീക്ഷിച്ചവർ, പക്ഷേ അതിനേക്കാളും വലിയ സംവിധാനത്തോടു കൂടി രജിസ്ട്രേഷനും സംഘടനയും പേരും ആ നിലക്കുള്ള ആസ്ഥാനങ്ങളും ഒന്നുമില്ലെങ്കിൽ പോലും റഹ്മാനായ റബ്ബിനെ അങ്ങേയറ്റം തഖ്വയോടുകൂടി കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഈ ദഅവത്ത് ഏറ്റെടുക്കാൻ ഒരു വലിയ കൂട്ടായ്മ തന്നെ മുന്നോട്ട് വന്നുവെന്നുള്ളത് അൽഹംദുലില്ലാഹ് റബ്ബിന്റെ ആ ഒരു വാഗ്ദാനം അവൻ നിർവഹിച്ചു തന്നെയാണ്. ഒരു ജില്ലയിൽ ഒരു ഖുർആനികമായ ഒത്തുകൂടൽ നാം പ്രഖ്യാപിച്ചപ്പോഴേക്ക് ഇത്രയും ആളുകൾ ഇവിടെ ഒരുമിച്ച് കൂടിയെങ്കിൽ ഇതൊക്കെ ആ രംഗത്തുള്ളൊരു മുതൽക്കൂട്ടായി നമ്മൾ കാണുക. ഇനിയും ഇൻഷാ അല്ലാഹ് നമുക്ക് ആ രംഗത്ത് ഒരുപാട് ചെയ്യാനുണ്ട്. ഇന്ന് പത്രങ്ങൾ വായിച്ച ചില ആളുകൾ അത്ഭുതപ്പെട്ടു പോയി. വെള്ളിയാഴ്ച നടന്ന ഈ പ്രദേശത്തുണ്ടായ സംഭവ വികാസങ്ങളെ പല പത്രങ്ങൾ പല രൂപത്തിലാണ് ഇന്ന് റിപ്പോർട്ട് ചെയ്തത്. ഒരു പത്രത്തിൽ കണ്ടത് ഫൈസൽ മുസ്ലിയാരുടെ നേതൃത്വത്തിൽ ഗുണ്ടാ സംഘം വന്ന് പള്ളി കയ്യേറി പൂട്ടിച്ചു എന്നാണ്. അപ്പൊ ആ കോലത്തിൽ വരെ പത്രത്തിൽ വാർത്ത. ഏതായാലും നമ്മളൊക്കെ കീഴിൽ അങ്ങനെ സംഘം ഉണ്ടെന്നെങ്കിലും ഒരു തോന്നലുണ്ടല്ലോ. അൽഹംദുലില്ലാഹ് അത് ഗുണ്ടാ സംഘമല്ല, റഹ്മാനായ റബ്ബ് നൽകുന്ന സഹായങ്ങൾ അത് നമ്മൾ പ്രതീക്ഷിക്കുന്നുള്ളൂ. ഏതായിരുന്നാലും ആ വക കളവും കുപ്രചാരങ്ങളുമായി പോകുന്നവർ അങ്ങനെ അങ്ങ് പോകട്ടെ. നമ്മളൊന്നും കാര്യമാക്കണ്ട. റഹ്മാനായ റബ്ബിൽ തവക്കുലാക്കി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് മുന്നേറുക. അല്ലാഹു തആല സഹായിക്കും, അവൻ സഹായിക്കുമാറാവട്ടെ.